ഇവിടുത്തെ ഇലകളുടെ കളർ ശ്രദ്ധിച്ചോ? ഭയങ്കര കളർഫുള്ളാണ് ഈ കാട്, ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വാഴച്ചാൽ ട്രെക്കിങ്ങിലോട്ടാണ്. അപ്പോൾ അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ജീപ്പ് വരും, അതിൽ കയറി നമ്മൾ കുറച്ചുകൂടെ ഡീപ്പ് ഫോറസ്റ്റിലോട്ട് പോയിട്ടാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രെക്കിങ്ങിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. ഓൺലൈൻ വഴിയാണ് അതിൻ്റെ ബുക്കിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം നമ്മുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ ജീപ്പ് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കാറിലോ ബൈക്കിലോ ഒക്കെ വരുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മുടെ കാറും ബൈക്കും പാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ വെഹിക്കിളിൽ മാത്രമേ നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇനി പോകാൻ പോകുന്നത്. KSEBയുടെ അണ്ടറിലുള്ള പെരിങ്ങൽകുത്ത് ഡാം. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ്. അപ്പോൾ ജീപ്പ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പെരിങ്ങൽകുത്ത് ഡാമിലാണ് ചാലക്കുടി പുഴയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത്. ഏകദേശം 24 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഡാമിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് റോഡ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ റോഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. തങ്കപ്പെട്ടുണ്ട്, പിന്നെ റീനിയുണ്ട്, 2 പേരുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് കുപ്പി സാധനങ്ങളൊന്നും ഒന്നും വലിച്ചെറിയത്. ആവശ്യങ്ങൾ പിടിക്കുക, നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി നീ അവിടെ ക്യാമ്പ് ഷീറ്റിന് അവിടെ ചെല്ലുമ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതാക്കാം, അവിടെ സ്റ്റേഷനിൽ തന്നെ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കാട്ടികൾ പോകുമ്പോൾ എല്ലാവരും സൈലൻറ്റ് നടക്കുക. കൂടുതൽ ഇതാളൊന്നും പാടില്ല. ആനയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കൊടുത്തതാണ് ആന. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ നടക്കുക. നമുക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സൈലൻ്റായിട്ട് വരും കൂടെ. ഓക്കെ, ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ 6 വരും. പിന്നെ നമ്മൾ സ്നാക്സും കാര്യങ്ങളും എൻ്റെ അടുത്ത് വരും. കൂടാതെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് അത് കഴിച്ച് നമ്മൾ തിരിച്ച് പോകാൻ അതുപോലെ വേറെ വഴിക്ക് വരും. നമ്മളവിടെ ജീപ്പ് നിർത്തി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരം ജീപ്പിലോട്ട് വന്നിട്ട് പിന്നെയാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആനശല്യം അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നലെ ആനയൊക്കെ ഓടിച്ചു എന്നാണ് നമ്മുടെ സാറ് പറഞ്ഞത്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 12 കിലോമീറ്റർ. ഇടയ്ക്ക് സ്നാക്സും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ടീം ആനയെ നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സാറും ഇവിടെ പോവാണ് ആനയെ നോക്കാൻ വേണ്ടിയിട്ട്. ആനയുണ്ടോ നോക്കട്ടെ, സാറ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഉണക്കായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ഉണക്കിൽ ചവിട്ടുന്ന സൗണ്ട് കേൾക്കാം. വോയിസ് ഭയങ്കര ലോ ആയിരിക്കും, ചവിട്ടുന്ന ഭയങ്കര ഒച്ചത്തിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അവിടെ നോക്കാം, അവിടെ സാറ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പെരിങ്ങൽകുത്ത് ഡാം. നമ്മളതിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. ഈ ഡാമിൻ്റെ സൈഡിലെവിടെയോ ആന ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ പോയ ഒരു ടീം ആനയെ കണ്ടിട്ടുണ്ട്. അങ്ങ് ദൂരെ എവിടെയാണ്. വെയിലൊക്കെ ആയതുകൊണ്ട് ആനകളിപ്പോൾ ഉൾക്കാട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, വെള്ളമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ എവിടെയോ ആനയുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നേരത്തെ പോയ ടീമുകൾ നിന്ന ലൊക്കേഷൻ അവർക്ക് ആന കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. കണ്ടോ, നിറയെ ആനപ്പിണ്ടങ്ങളാണ്. പെരിങ്ങൽകുത്ത് ഡാം നമ്മൾ വാൽപ്പാറയിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ആ ഡാമിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ട്രക്കിംഗ് പാത്ത് ഇങ്ങോട്ടാണ്.
കുറച്ച് തണൽ കിട്ടി. നമ്മൾ ശരിക്കും പേടിക്കേണ്ട ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വേനലാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ വെള്ളം കിട്ടാതെ അവസരമായിട്ടായിരിക്കും കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ അഗ്രസീവ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സൈറ്റിങ്സ് എല്ലാം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും, കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അഗ്രസീവ്നെസ് പൊതുവെ കൂടുതലായിരിക്കും. അതുപോലെ ഈ പച്ചപ്പില്ലാത്ത കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഗ്രസീവായിരിക്കും. നമ്മൾ സൂക്ഷിച്ച് വേണം ഈ വേനൽക്കാലത്തൊക്കെ ട്രക്കിങ്ങിന് മുമ്പ് പോകാൻ. പിന്നെ പോരാത്തതിന് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും കുറച്ചുകൂടെ വീക്കാവും. കാര്യം വേനലാണ്, അതിൻ്റേതായിട്ടുള്ള തളർച്ച ശരീരത്തിനുണ്ടാവും. അപ്പോൾ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കല്ല, അത്യാവശ്യം പോകാനുണ്ട്. ഇപ്പോൾ നമ്മളിത് നല്ലൊരു അടിക്കാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ആനപ്പിണ്ടങ്ങളാണ്, ഇതെല്ലാം ആനപ്പിണ്ടോ. ആന ഇറങ്ങി വന്ന വഴികളൊക്കെയാണിത്. ആനത്താരാന്ന് വേണേൽ പറയാം. നല്ല ആനച്ചൂരടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ ആന ഓടിച്ചു എന്നാണ് പറഞ്ഞ്. നമുക്ക് നോക്കാം അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ആന നിൽക്കുന്നുണ്ടോ എന്നുള്ള. അല്ല, മഴക്കാലത്ത് അത്യാവശ്യം നന്നായിട്ട് ഒഴുകുന്നൊരു നീരറവയാണത്. ഇവിടെ എല്ലാം വറ്റിയിരിക്കുന്നുണ്ടോ, വെള്ളം ഒഴുകിയതിൻ്റെ പാടുകൾ കളർ മാറിയിരിക്കുന്നത്. ഇത് മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന അരുവിയാണ്. ആനകളിപ്പോൾ ഉൾക്കാട്ടിൽ വെള്ളം കിട്ടാതാകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. ഇവിടുത്തെ ഇലകളുടെ കളർ ശ്രദ്ധിച്ചോ, ഭയങ്കര കളർഫുള്ളാണ് ഈ കാട്. ഭയങ്കര കളർഫുള്ളാണ്. ചുവപ്പ്, മഞ്ഞ, പച്ച, അങ്ങനെ എല്ലാ കളറും ഇതിനകത്തുണ്ട്. ഇത് ഒരു സൈഡ് വന്നപ്പോൾ ഫുള്ള് മഞ്ഞയായി. കാട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ കാടെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒരു വേരല്ല, ഇതൊരു മരത്തെ ഇല്ലാതാക്കുന്ന ഒരു തരം വേരാണ്. മരത്തെ ചുറ്റി പിടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ അതേ റിവർ ബാങ്കിൽ നോക്കാൻ പോകണം അവിടെ ആനയുണ്ടോ എന്നുള്ളത്. നമ്മളിപ്പോൾ അതേ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ സൈഡിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പെരിങ്ങൽകുത്ത് ഡാം. നമ്മൾ വാൽപ്പാറയിൽ നിന്നൊക്കെ വരുമ്പോൾ കാണുന്ന പെരിങ്ങൽകുത്ത് ഡാം. ആനയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാണുന്നില്ലേ? അത് ഈ സൈഡിലായിരുന്നു. നമ്മളിങ്ങനെ ആനയെ കണ്ടില്ല, പക്ഷെ ആനയുടെ ചിഹ്നം വിളി കേട്ടു. അപ്പോൾ ആന ഉള്ളിലോട്ട് കയറിപ്പോയി. നമുക്ക് മുന്നിൽ വന്ന ആൾക്കാർക്ക് ആനയെ കിട്ടി. അതാണ് ഭാഗ്യം കൂടെ വേണം. എന്നിരുന്നാൽ മാത്രമേ ഈ സൈറ്റിങ്സൊക്കെ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത്യാവശ്യം ഈ പറയുന്ന പോലെ നോയ്സുകളുണ്ടാവും ഈ ചവിട്ടുന്നതിൻ്റെ. വരുമ്പോൾ നോക്കാം. ഇനിയും ഒരുപാട് ആനകൾ ഇറങ്ങുന്ന ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത്. നമ്മൾ വീണ്ടും ഡാമിൻ്റെ റിസർവറിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത്. ആനകൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. അവർ ഈ കര നീന്തിയിട്ടതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കരയിലോട്ടാണ് നേരത്തെ പോയത്. നമ്മളിപ്പോഴും എവർഗ്രീൻ ഫോറസ്റ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഡാമിൻ്റെ ഇവിടെ ആനപ്പിണ്ടം. ഇത് ഒരു 2-3 ദിവസം പഴക്കമുണ്ടാവും. ഇന്നലത്തെയാണ്, ഇന്നലത്തെ പഴക്കമുള്ള ആനപ്പിണ്ടം. ആനകളപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി സ്ഥിരം ഇറങ്ങുന്ന സ്ഥലമാണ്.
വെയിലായതുകൊണ്ട് അവർ തണലത്തായിട്ട് കയറിപ്പോവും. പിന്നെ നമുക്ക് കാണാനൊരു ഭാഗ്യം കൂടെ വേണം. എന്താ പറയുക, നമ്മൾ വരുന്നതിനൊരു 2 മിനിറ്റ് മുമ്പ്, 2 അല്ല ഒരു 5 മിനിറ്റ് മുമ്പ് വന്ന ടീമുകൾക്ക് വേറെ ഗ്രൂപ്പിന് സൈറ്റിങ്സ് കിട്ടി. നമ്മളിപ്പോഴും പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും കടുവയും പുലിയും ഒരേപോലുള്ള കാടാണ്. അപ്പോൾ കടുവകൾ ഈ വാൽപ്പാറ ഭാഗത്തൊക്കെ ആക്രമിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുലിയും. ആന കഴിച്ചത്. ഇതിൻ്റെ തൊലി കണ്ടോ? ഇത് ആന കഴിച്ചതാണ്. അതിൻ്റെ കൊമ്പ് കുത്തിയേക്കുന്ന പാടാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ ഒരു അരുവി ക്രോസ് ചെയ്യാൻ പോവാണ്. ഈ അരുവി ഡാമിലോട്ട് പോകുന്നതാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ അത്യാവശ്യം കയറ്റം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പം അത്യാവശ്യം കയറ്റം എന്ന് പറയാനില്ല, എന്നാലും ചെറിയ രീതിക്കുള്ള കയറ്റം തുടങ്ങി. കയറ്റവും ഇറക്കമൊക്കെ. നമ്മളിപ്പോഴും പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 9 പേര് മൊത്തത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പയ്യെ വന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വഴുക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയെല്ലാം ഉണങ്ങി താഴെ വീണേക്കാണ്. അതുകൊണ്ട് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാലും ഗ്രിപ്പ് കിട്ടില്ല, വഴുക്കിപ്പോകും. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം. പിന്നെ ഈ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എവിടെയാണ് കുഴിയുള്ളത് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമുക്ക് വിസിബിളായിട്ട് ഉള്ളവിടെ നമ്മൾ ചവിട്ടി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ആനയുടെ പട്ടയാണത്, ആനയുടെ ഇഷ്ട ഭക്ഷണം. നമ്മൾ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഒരു സൈഡ് കവർ ചെയ്തു. പിന്നെ വീണ്ടും വേറെ സൈഡോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് മുളങ്കാടുകളുടെ ഇടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ആനകൾ വരുന്നൊരു ഏരിയ ആണ്. ഇതൊക്കെ ആനത്താരയാണ് ഈ കാണുന്നതൊക്കെ. നല്ല തണുപ്പ് അതിനകത്ത്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇല ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നതാണ് ഒരു പ്രത്യേകതരം ഭംഗിയാണ്. അത് നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ വേണം. വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളിതുപോലുള്ള കാടുകളിൽ ട്രക്കിങ്ങിനൊക്കെ വന്ന് വരുമ്പോഴേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇവിടെ പുറത്ത് അത്യാവശ്യം വെയിൽ ഉണ്ടെങ്കിലും ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ വെളിച്ചം ഇവിടെ നന്നേ കുറവാണ്. അതുകൊണ്ടോ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ തന്നെ കാണാം. നമ്മൾ നടക്കുന്ന വഴിയിലൊന്നും സൂര്യ വെളിച്ചം അധികം തട്ടിയിട്ടില്ല, എല്ലാം നിഴലാണ്. മേളിൽ അതുപോലെ മരങ്ങളിങ്ങനെ പൊക്കത്തിൽ നിൽക്കുകയാണ്. വീണ്ടും ആനപ്പിണ്ടങ്ങൾ ഒക്കെ അത്യാവശ്യം ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടങ്ങളാണ് കാണുന്നത്. അങ്ങനെ അത്യാവശ്യം കയറ്റം കഴിഞ്ഞ് നമ്മൾ ഒരു ഇറങ്ങിക്കൊണ്ടിരിക്കണം. സൈഡ് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ നല്ല സൗണ്ട് ഇവിടെ നിന്ന് നടക്കുമ്പോൾ കേൾക്കാൻ പറ്റും. വഴിയിൽ നിറയെ ആനപ്പിണ്ട് കേട്ടോ. അതായത് ഇന്നലെ മിനിങ്ങാന്ന് 2 ദിവസത്തിനിടയിൽ ഇട്ട ആനപ്പിണ്ടങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പഴക്കമുണ്ടല്ലോ, നമുക്കറിയാലോ. അതിന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു നനവുണ്ടാവും. അപ്പോൾ ആ നനവ് വെച്ചിട്ടാണ് എത്ര ദിവസത്തോളം പഴക്കം ആനപ്പിണ്ടത്തിനുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജീവിയുടെ കാഷ്ടങ്ങളും അതുപോലെ അതിനകത്തുള്ള നനവ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന
ചാലക്കുടി പുഴയുടെ മറ്റൊരു അധികം ആരും കാണാത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വെള്ളമില്ല കേട്ടോ, വെള്ളം നല്ലപോലെ കുറവാണ്. ഇതിവിടെയൊക്കെ ആനപ്പിണ്ടങ്ങൾ കാണാം. ഇതൊക്കെ അത്യാവശ്യം പഴക്കമുള്ള ആനപ്പിണ്ടമാണ്. വല്ലാത്ത ഭംഗിയാട്ടോ. ഇതവിടെ നമുക്ക് മുന്നേ പോയ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പറമ്പിക്കുളത്തിൽ നിന്ന് വരുന്ന പുഴ കേട്ടോ. ഇത് നേരെ നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നതാണ്. പറമ്പിക്കുളത്തു നിന്ന് വരുന്ന പുഴയാണിത്. ഈ പുഴയാണ് നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത്. നമ്മൾ ഇത്ര നേരം നിന്നത് ഇതിന് അടുത്ത മലബാർ പിറ്റ് വൈപ്പർ. ഇതാരും ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ഇത്ര നേരം ഇരുന്ന ഇവിടെ. അപ്പോൾ ഈ മുഴുമൂക്കൻ കുഴിമണ്ടൽ ഇതാണ് ഇതിൻ്റെ പേര്. ചില സ്ഥലങ്ങളിൽ ഇതിന് ചുരുട്ടാന്നും വിളിക്കും. അണലിവർഗത്തിൽപ്പെട്ട പാമ്പാണ്, പക്ഷേ ബിഗ് 4 കാറ്റഗറിയിൽ ഈ പാമ്പില്ല. പൊതുവേ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തിയിട്ടുള്ള സൈസ് വരുന്നത്. ഇത് കൂടുതലും കാടുകളിലാണ് കാണപ്പെടുന്നത്. മരത്തിൻ്റെ ചില്ലകളിലും അതുപോലെ തന്നെ ഈ ഇലകൾക്കിടയിലൊക്കെ ഇതിങ്ങനെ കിടക്കും. ഇത് ക്യാമോഫ്ലാഷ് കളറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞങ്ങളിതിന് കുറച്ചടുത്തായിട്ടാണ് ഇരുന്നത്. പിന്നെയാണ് ഇത് കണ്ണിൽ പെട്ടത് ഇങ്ങനൊരു പാമ്പ് ഇവിടെ കിടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെനം മനുഷ്യന് അത്രത്തോളം ഹാനികരമല്ല. പക്ഷെ എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള ചാൻസുമുണ്ട്. നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്കൊരു ശരിക്കും 12 കിലോമീറ്റർ വരുന്നത്. 12 കിലോമീറ്ററിന് വൺ സൈഡ് 6 കിലോമീറ്ററും പിന്നെ തിരിച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വീണ്ടും 6 കിലോമീറ്ററാണ്. ഈ പോകുന്ന ബസ്സിൽ നിന്ന് നമ്മളൊരു നെടുഞ്ചാലം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട്. നെടുഞ്ചാലം അവിടെ വന്നിട്ട് നമ്മൾ സ്നാക്സ് ഒക്കെ കഴിക്കുന്നത്. അവിടെ സ്നാക്സ് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടന്ന് ക്യാമ്പ് ഷെഡ് ചെല്ലും. ക്യാമ്പ് ഷെഡ് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളൊരു 3/4 മണിക്കൂർ റെസ്റ്റ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിക്കും. പിന്നെ അത് 3:30-4 മണിക്കൂർ നമ്മൾ തിരിച്ചെത്താറുണ്ട്. പിന്നെ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും മൃഗങ്ങളെ കാണുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ എല്ലാ സൈറ്റിങ്സ് ഉള്ള ഏരിയയാണ് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ. വാഴച്ചാൽ മേഖല എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും അത്യാവശ്യമുള്ള ഏരിയയാണ്. അപ്പോൾ എല്ലാ മൃഗങ്ങളും അത്യാവശ്യം കാണാറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും നമ്മുടെ സൈറ്റിങ്സും കാര്യങ്ങളും കിട്ടാൻ. കരടിയുടെ കാഷ്ടം നമ്മൾ താഴത്ത് ശ്രദ്ധിച്ച് നടക്കണം. ഇപ്പം നേരത്തെ കണ്ട പോലെ മുഴുമൂക്കൻ കുഴിമണ്ടലി അഥവാ അണലിവർഗത്തിൽപ്പെട്ട പാമ്പായിരുന്നു അത്. അപ്പം താഴത്തും ശ്രദ്ധിച്ച് നടക്കണം. ഇപ്പം ഇതിനകത്ത് ഉണ്ടോ? കേടായി തുടങ്ങി. വീണ്ടും നന്നാക്കി എടുക്കണം, പണ്ടെടുക്കണം. എന്തെങ്കിലും ആവശ്യം ക്യാമ്പിംഗ് ഒക്കെ വരുമ്പോഴേ സ്കാൻ ചെയ്യാൻ വേണ്ടി പണ്ടിട്ടുള്ളതാണ്. പഴയൊരു ക്യാമ്പ് ഷെഡാണത്, ഏറുമാടം. ഇപ്പം അതില്ല. ഇപ്പം അത് കേടുപാടുകൾ കൊണ്ട് ഇപ്പം അതില്ല. പക്ഷെ ഈ അടുത്ത് വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. കയറ്റം ഇറക്കമൊക്കെ പൊതുവെ കുറവാണ്. നമ്മൾ ഈ പുഴയുടെ സൈഡ് കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല ലക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സൈറ്റിങ്സ് എന്തായാലും കിട്ടാൻ ഉള്ള സാധ്യത കൂടുതലാണ്. വേനലായതുകൊണ്ട് ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരും. ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആനകളും എല്ലാ മൃഗങ്ങളും തണലത്തോട്ട് പോകും. വൈകുന്നേരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങും. പൊതുവെ വെയിലത്ത് മൃഗങ്ങൾ കുറവായിരിക്കും. നമ്മളെവിടെ പോവാണെങ്കിലും, നിങ്ങളിപ്പോൾ എവിടെ പോവാണെങ്കിലും, ഇപ്പോൾ വെയിലത്ത് പോയി കഴിഞ്ഞാൽ സൈറ്റിങ്സ് പൊതുവെ കുറവായിരിക്കും. നമുക്ക് ട്രക്കിംഗ് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ രാവിലെ വരുന്നത്. ഇപ്പോൾ രാത്രിയൊക്കെ ട്രക്കിംഗ് വരും എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അതിന് മാത്രമേ വരുള്ളൂ. കാര്യം അത്രയും മൃഗങ്ങളെ കാണുന്നതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ടാണ് രാത്രിയൊന്നും ട്രക്കിംഗ് വെക്കാത്തത്. നമ്മളിപ്പോൾ ഒരു കിടിലൻ ഈറ്റക്കടലിനുള്ളിലേക്കാണ് പോകുന്നത്. ഇവിടെ ആന വന്ന് പോയിട്ടുള്ളതുകൊണ്ട് ഇവിടെ എല്ലാം സൈഡെല്ലാം പൊട്ടിച്ചിട്ടിരിക്കണം. പക്ഷേ ഫോട്ടോ എടുക്കാനൊക്കെ കിടിലനത്. എൻ്റെ പൊന്നെ, ഇതെന്താണത്? നിങ്ങളത് വന്ന എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. എന്ത് കിടിലന. നമ്മൾ ശരിക്കും ഒരു പാർക്കിനകത്ത് പോയ പോലത്തെ ഒരു ഫീലാണ്. ഇവിടെ ആനപ്പിണ്ടം കാണാം, സൈഡിൽ പുഴ.
ഫുള്ള് അതുപോലൊരു ഈറ്റക്കാടാണ്. ഈ ഈറ്റക്കാടിൻ്റെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നടന്നു വരാം. ദേ ഇവിടെയൊക്കെ ആനകൾ വരുന്ന കേട്ടോ. ഈ സൈഡെല്ലാം ആന പൊട്ടിച്ചിട്ടേക്കുന്നതാണ്. പ്രകൃതി എന്തൊരു ഭംഗിയാണ് നോക്കിയേ. ഇത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ അത് നിങ്ങൾ നേരിട്ട് ഒന്ന് അനുഭവിക്കുക തന്നെ വേണം. ഇവിടെ പുഴയും നോക്കിയിട്ട് ഇങ്ങനെ ഇവിടെ റെസ്റ്റ് എടുക്കുക. ഇതാണ് ചുരുളി എന്ന് പറയുന്ന മരം. ഏകദേശം 400 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, അതിൻ്റെ ഒരു വലിപ്പം നോക്കിക്കുക നിങ്ങൾ. ആ തേനെടുക്കാൻ കയറുന്നതാണല്ലേ. അവിടെ മുകളിൽ ചെറിയ കുറ്റി കാണും. അതിന് മുകളിൽ തേനെടുക്കും. ട്രൈബ്സ് വന്ന് നമുക്ക് തേനെടുക്കും. ഈ മരത്തിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇതാണ് ഈ മരത്തിൻ്റെ വലിപ്പം. ഇവിടെ വീണ്ടും കാടുകളാണ്, നമ്മുടെ ഈറ്റക്കാടുകൾ. ഈ വഴി എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ. വല്ലാത്തൊരു ഭംഗി തന്നെയാണ് അതിരപ്പള്ളി കാടുകൾക്കുള്ളത്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഞാനത് ചുമ്മാ പറയുന്നതല്ല, വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഒരു സൂര്യ വെളിച്ചം പോലും നിലത്തോട്ട് അതിനകത്ത് അടിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ക്യാമ്പ് ഷെഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നല്ല മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. വിശന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയാണ്. ഇത് പുഴയുടെ സൈഡ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടായിരിക്കും നമ്മളിനി അടുത്ത് പോകുന്നത്. ഇവിടെ നല്ല വലിയ ട്രഞ്ചൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നമ്മളിനി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകും. ഇവിടെ വന്നപ്പോൾ ഒരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. കൗതുകം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും റേഞ്ച് ഫോറസ്റ്റിനകത്തല്ല. അപ്പോൾ റേഞ്ച് കിട്ടുന്നൊരു പോയിൻ്റ് ഇതാണ്. അപ്പോൾ അവിടെ ഫോൺ അവർ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇവിടെയും പിന്നൊന്നത് ഇവിടെയും. ഈ 2 പോയിൻ്റിലാണ് റേഞ്ച് കിട്ടുന്നത്. അതും BSNL മാത്രമേ ഉള്ളൂ, വേറെ ഏതും റേഞ്ചില്ല. അതും പഴയ ഫോൺ, നോർമൽ ഫോൺ മാത്രമേ റേഞ്ച് വലിക്കുള്ളൂ. വേറെ നമ്മുടെ സ്മാർട്ട് ഫോണുകളൊന്നും റേഞ്ച് വലിക്കില്ല. കണ്ടപ്പോൾ ഒരു കൗതുകം. നമ്മളങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മുടെ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് മുന്നിൽ പുഴയിൽ ഒരു പാറയിൽ ചീങ്കണ്ണി ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അത്യാവശ്യം ദൂരത്തായതുകൊണ്ട് നല്ലപോലെ സൂം ചെയ്തിട്ടാട്ടോ ഈ വിഷ്വൽസ് കിട്ടി. ഇതിൻ്റെ പുറകിൽ ഒരു ചീങ്കണ്ണിയും കൂടി ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അത്യാവശ്യം ദൂരത്തായതുകൊണ്ട് ആ ചീങ്കണ്ണി കാണാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ചീങ്കണ്ണി സാറിനെ കണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ നോക്കി നിന്നു. അടുത്തത് അത് അനങ്ങുമോ എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷേ ആളൊരു അനക്കം ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കി നിൽക്കും തോറും ടൈം പോകുന്നു എന്നല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പതുക്കെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ചീങ്കണ്ണിയെ കണ്ട് ക്യാമ്പ് ഷെഡിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മുടെ ട്രക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ചോറും മാങ്ങാക്കറിയും സലാഡും ക്യാബേജും പപ്പടവും ഒക്കെ ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു. വിശപ്പായതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെ ചീങ്കണ്ണിയും കണ്ട് നമ്മളത് ക്യാമ്പ് ഷെഡിൽ നിന്ന് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും 1 മണിക്കൂറോളം നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ട്രക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വന്ന വഴി അതാണ്, പക്ഷെ നമുക്കിനി തിരിച്ചു പോകേണ്ടത് ഈ ഒരു വഴിയിലൂടെയാണ്. നമുക്കപ്പോൾ നമ്മളിങ്ങനെ
കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാടിൻ്റെ ഒരു സൈലൻസ്, അതിനിടയിൽ കുരങ്ങന്മാരുടെ ശബ്ദം മാത്രം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. വേറെ ആനയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ നമുക്ക് പോകുന്ന വഴി ലാസ്റ്റ് കിട്ടിയേക്കാം. പുലിയുടെ കാഴ്ചമാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം റിലാക്സ്ഡായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രാക്കിലൂടെ നടക്കുന്ന കാരണം വലിയ പ്രശ്നമില്ല. ഇനിയെല്ലാം ഇറക്കമായിരിക്കും. ഇപ്പോൾ സൈറ്റിങ്സ് ഇനി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഓൾറെഡി ഒരു ബാച്ച് ഫ്രണ്ടിൽ പോയതുകൊണ്ട് ചിലപ്പോൾ ആനിമൽസ് അവരുടെ സ്മെല്ലും അല്ലെങ്കിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിങ്സ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും ഈ ട്രക്കിങ് അതിങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഈ താഴത്ത് കാണുന്ന ഭാഗത്തൊക്കെ ആനകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നാമത് നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ ഈറ്റിങ്ങനെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ആനകൾ താഴെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അടിക്കാടുകൾ കൂടുതലായത് കാരണം നമുക്ക് കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇടയ്ക്ക് ഓരോ സൗണ്ടുകൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് കേൾക്കാൻ പറ്റും. അവിടെ ഉണ്ടോ ചെറിയ തടാകം പോലെ ചെറിയ വെള്ള കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കുടിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അങ്ങോട്ടേക്ക്. ഈ ആന നമ്മളെ ചാർജ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആന ചാർജ് ചെയ്യാൻ വരുമെന്നാണ് നമ്മുടെ നേരെ മുന്നിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി പതുക്കെ ബാക്ക് എടുത്ത് പോവാം. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ പതുക്കെ വണ്ടി ബാക്ക് എടുത്ത് തന്നെ പോകേണ്ടി വരും. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങി ഓടാൻ പറഞ്ഞ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇട്ട് മാറാം. അല്ലാതെ ഹോൺ അടിക്കാൻ പാടില്ല. ഹോൺ അടിക്കുമ്പോൾ അതിന് ദേഷ്യം കൂടുള്ളൂ. ഹോൺ അടിച്ച് ശല്യപ്പെടുത്ത അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ലൈറ്റ് രാത്രിയിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ട് വയ്ക്കും, ബ്രൈറ്റ് ഇട്ട്. പിന്നെ ഡിം അടിക്കാനോ ഇങ്ങനെ മിന്നിക്കാൻ പാടില്ല. ഫ്ലാഷ് അടിക്കണോ മിന്നാണ്ട് ബ്രൈറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ ലൈറ്റ് കാണുമ്പോൾ തന്നെ അവർ പതുക്കെ നിന്നിട്ട് കുറച്ച് നേരം നോക്കിയൊക്കെ നിൽക്കും. അത് ഇപ്പോൾ പതുക്കെ മാറി അവർ വഴി കൂടെ ഇറങ്ങി വഴിയിൽ നിന്ന് മാറി തരും. അപ്പോൾ മാറി തരുമ്പോൾ നമ്മളതനുസരിച്ച് പോയാൽ മതി. പതുക്കെ നമ്മൾ കൂടുതലുണ്ട് അതിനെ അടുപ്പിച്ച് കൊണ്ടുപോയി എടുത്ത് ഫോട്ടോ എടുക്കാൻ പോകും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൂടും. അല്ലാത്തപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. കൂടുതൽ അവർ പരമാവധി മാറി തരും, വഴിയിൽ നിന്ന് മാറി തരും. വണ്ടി വരണുണ്ട് കഴിഞ്ഞാൽ അവർ നോക്കി നിന്നിട്ട് പതുക്കെ മാറിക്കോളും. വേറെ പ്രശ്നം ഉണ്ടാക്കാൻ വരാറില്ല. കൂടുതലും മോക്ക് ചാർജിങ് അല്ലേ ചെയ്യാറ്? അതെ. അത് നമ്മളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. ഈ ചെവി ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നതാണോ മോക്ക് ചാർജ് എന്ന് പറയുന്നത്? ചാർജ് ചെയ്യാൻ വരാന്ന് പറഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി ഒരു ബോൾ വരെ ചുറ്റും ചുരുണ്ട് ചെറിയതായിട്ട് ഉരുണ്ട് വരെ നിൽക്കും. ചെവി പട്ടം പിടിച്ച് നിൽക്കും. ശ്രദ്ധിക്കും, നമ്മളെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം നമ്മൾ ഇതൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരല്ലോ ചാർജ് ചെയ്യാനായിട്ട്. നമ്മൾ പിടിക്കാൻ ഉദ്ദേശത്തിലുള്ളവരാണെങ്കിൽ നമ്മളെ വിടില്ല, നമ്മൾ പിന്നാലെ തന്നെ വരും. എത്ര ദൂരമാണെങ്കിലും വരും. അല്ലാത്തത് പിന്നെ കുറച്ച് വഴി വന്നിട്ട് ചിലപ്പോൾ അവൻ തിരിച്ച് പോക്കോളും. നമ്മൾ കാട്ടികൾ പോകുമ്പോഴാണെങ്കിലും നമുക്ക് വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഓടിക്കും, ഒന്ന് പേടിപ്പിക്കും. അത് ഞാൻ തിരിച്ചു പോകും. സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓടാന്ന് മാറിപ്പോക്കോളും. പേടിച്ചിട്ടാണല്ലോ അവർ നമ്മളെ. അത് പേടിച്ചിട്ടാണ്. അതിന് ഉപദ്രവിക്കാൻ ചെല്ലുമെന്നുള്ള പേടി കാരണം വരുന്നതാണ്. താഴെ ആനയുടെ ചിഹ്നം വിളി കേട്ടു. നോക്കിയാൽ കാണില്ലായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ വന്നില്ലേ താഴേക്ക് ഇറങ്ങിയാൽ പുഴയുടെ ഡാമിൻ്റെ കൂടി സൈഡിലുണ്ടാവും. അവർ കണ്ട ആ ഒരു ആനക്കൂട്ടമായിരിക്കും അല്ലേ? ചിലപ്പോൾ ആ കൂട്ടമായിരിക്കാം. അത് ഇവിടെ നീങ്ങിയതായിരിക്കാം. കുട്ടിയൊക്കെ കൂടിയുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വിലയ്ക്ക് പോയില്ല. പിന്നെ ഡാമിൻ്റെ സൈഡിൽ പിടിച്ചൊക്കെ കുറച്ചാളിങ്ങനെ ഇറങ്ങി അവർക്ക് പിള്ളേർക്ക് വെള്ളം കുടിച്ച് നടക്കും. അങ്ങനെ ആനയുടെ ചിഹ്നം വിളിയൊക്കെ കേട്ട് നമ്മുടെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് തീരാറായി. കുറച്ച് ദൂരം കൂടിയുള്ളൂ ഇനി നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ട്രക്കിങ്ങിന് ഒരാൾക്ക് വരുന്ന എമൗണ്ട് 1200 രൂപയാണ്. ഈ ട്രക്കിങ്ങിൻ്റെ പേര് വാഴച്ചാൽ ട്രക്കിംഗ് എന്നാണ്. അതിരപ്പള്ളി തന്നെ ഈ ഡിവിഷൻ്റെ അണ്ടറിൽ 2 ട്രക്കിംഗ് ഉണ്ട്.
ഒന്ന് വലിയ നാട് കാണി ട്രക്കിങ്, അത് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ സൈഡ് കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നൊന്ന് വാഴച്ചാൽ ട്രക്കിംഗ്, അത് നമ്മുടെ വാഴച്ചാൽ ഫോറസ്റ്റിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ വാഴച്ചാൽ ഫോറസ്റ്റിൻ്റെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് 1200 രൂപ ചാർജ് വരും. മിനിമം 4 പേര് വേണം ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ 4 പേരുടെ ക്യാഷ് അടച്ചിട്ട് പോകണം. ഇപ്പോൾ ഒരാൾക്കാണെങ്കിലും 2 പേർക്കാണെങ്കിലും 3 പേർക്കാണെങ്കിലും മിനിമം 4 പേരുടെ ക്യാഷ് കൊടുക്കണം, എന്നാലേ നമുക്ക് ഈ ട്രക്കിങ്ങിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ട്രക്കിംഗ്. 12 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. നമ്മുടെ കൂടെ ഒരു BFOയും 2 ഗൈഡുമാരും നമ്മുടെ ഒരു ടീമിനൊപ്പം ഉണ്ടാവും. അപ്പോൾ അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു കോർ ഫോറസ്റ്റിനകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അങ്ങനെ നമ്മുടെ വാഴച്ചാൽ ട്രക്കിംഗ് ഏകദേശം അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇനി നേരെ വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മൾ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഇവനെ കണ്ടത്. ഇവൻ ദേ അങ്ങ് ദൂരെ എണ്ണപ്പനയൊക്കെ കുത്തി മറിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് ഏഴാറ്റുമുഖം ഗണപതി, വളരെ ഫേമസ് ആയിട്ടുള്ള ആ പാവം ഏഴാറ്റുമുഖം ഗണപതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഏത് ആനയാണ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാടും ട്രക്കിങ്ങും എല്ലാം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ട്രക്കിങ്ങിൽ കാണുന്നവരെ ബൈ ബൈ.